നമസ്കാരം, ഏവർക്കും കെട്ടാങ്ങൽ ന്യൂസിലേക്ക് സ്വാഗതം. സ്ഥാനാർത്ഥികൾക്കൊപ്പം വാർഡുകളിലൂടെ ഇന്ന് നമ്മളെത്തി നിൽക്കുന്നത് ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് 18-ാം വാർഡ് കോഴിമണ്ണയിലാണ്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീ വോട്ട് കുറച്ച് അധികമുള്ള വാർഡും കൂടിയാണ് കോഴിമണ്ണ. ഇനി വോട്ടർമാരെ പരിശോധിക്കാം. 795 പുരുഷന്മാരും 895 സ്ത്രീകളുമടക്കം ആകെ 1691 വോട്ടർമാരാണ് ഈ വാർഡിലുള്ളത്. ഇനി നമുക്ക് സ്ഥാനാർത്ഥി വിശേഷങ്ങളിലേക്ക് കിടക്കാം. സ്ഥാനാർത്ഥികൾക്കൊപ്പം വാർഡുകളിലൂടെ നമ്മളെത്തി നിൽക്കുന്നത് ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് 18-ാം വാർഡ് UDF സ്ഥാനാർത്ഥിക്കൊപ്പമാണ്. സ്ഥാനാർത്ഥിയെ പരിചയപ്പെടാം. ഞാൻ അജീഷ്, ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് 18-ാം വാർഡ് കോഴിമണ്ണയിൽ നിന്ന് ജനവിധിയുടെയാണ്. എനിക്ക് കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളെ വിലപ്പെട്ട സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി എന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രവർത്തന മേഖലയും അതിലെ പരിചയവും? ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെയാണ് പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്നത്. അതിനുശേഷം KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റായി, പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റായി, മണ്ഡലം സെക്രട്ടറിയായി, വൈസ് പ്രസിഡൻ്റായി, ബ്ലോക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയായി കടന്നു വന്ന് ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കുന്നമംഗലം ബ്ലോക്ക് വൈസ് പ്രസിഡൻ്റായിട്ട് നിലവിൽ പ്രവർത്തിക്കുകയാണ്. പൊതുപ്രവർത്തനം തന്നെയാണ് ഫുൾ ടൈം ഉള്ളത്. വേറെ വലിയ ഏർപ്പാടുകളൊന്നും എനിക്കില്ല. ഈ വാർഡിനെ കുറിച്ചും അതുപോലെ ഈ വാർഡിലെ വികസനത്തെക്കുറിച്ചും? കോഴിമണ്ണ വാർഡിനെ സംബന്ധിച്ച് സാധാരണക്കാരും കർഷകരും ഒക്കെ തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശമാണ് കോഴിമണ്ണ വാർഡ്. ചെറുപുഴയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വാർഡാണ്. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു വികസന പ്രവർത്തനവും അതിനാവശ്യമായ പ്രവർത്തനങ്ങളുമാണ് മുന്നോട്ട് വരേണ്ടത്. കഴിഞ്ഞ കാലത്തെ മെമ്പർ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ കോഴിമണ്ണ വാർഡിൽ നൽകിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഒരു പ്രവർത്തന എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ചെറുപുഴയോട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു മേഖല എന്നുള്ള നിലയ്ക്ക് താമരത്തുപാടം, കോഴിമണ്ണിൽ പ്രദേശമൊക്കെ തന്നെ വയലും അതുപോലെ തന്നെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു ലിഫ്റ്റ് ഇറിഗേഷൻ പ്രൊജക്റ്റ്, ഏത് കാലത്തും കർഷകർക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലിഫ്റ്റ് ഇറിഗേഷൻ പ്രൊജക്റ്റ് ആ ഭാഗത്ത് കൊണ്ടുവന്ന് കാർഷിക മേഖലയ്ക്ക് വളരെയധികം വളർച്ച നൽകുന്ന ഒരു പ്രവർത്തനം ആണ് ഞാൻ മുന്നിൽ കാണുന്നത്. അല്ലെ, പഞ്ചായത്ത് തലത്തിലുള്ള പോരായ്മകൾ? പഞ്ചായത്ത് തലത്തിൽ കഴിഞ്ഞ 1.5 പതിറ്റാണ്ട് കാലമായി ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ സ്വജനപക്ഷപാതത്തിലും അതുപോലെ തന്നെ പാർട്ടിവൽക്കരണത്തിലും അമർന്നു കിടക്കുകയാണ്. സാധാരണക്കാരായ ആളുകൾക്ക് കടന്നു ചെല്ലാൻ പോലും പറ്റാത്ത രീതിയിലാണ് പഞ്ചായത്തിലെ രാഷ്ട്രീയ സ്വജനപക്ഷപാതവും അതുപോലെ തന്നെ അമിതമായ രാഷ്ട്രീയവും. ആ രാഷ്ട്രീയത്തിൽ നിന്ന് ഈ പഞ്ചായത്തിനെ മോചിപ്പിക്കാനും പഞ്ചായത്തിലെ സാധാരണക്കാരായ ആളുകൾക്ക് അവരുടെ സേവന പ്രവർത്തനങ്ങൾക്കുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു പ്രതികരണം പഞ്ചായത്തിൽ നിന്ന് അവരോട് കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ അത് കിട്ടിയിട്ടില്ല. അമിതമായ ആ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തലാക്കിക്കൊണ്ട് ജനങ്ങളെ ഒത്താകെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊരു മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്തൊക്കെ വികസനങ്ങളാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? വികസനമെന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല. ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ട് അതിങ്ങനെ ആളുകൾ മാറുക എന്നല്ലാതെ വികസനം ഒരു തുടർച്ചയാണ്. അത് ഇന്ന് ഞാൻ നാളെ വേറൊരാൾ എന്നുള്ള നിലയ്ക്കാണ് വികസനം. അതുകൊണ്ട് തന്നെ വികസനം ഓരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള കാഴ്ചപ്പാടുകളും അതുപോലെ തന്നെയുള്ള മഴയ്ക്കുള്ള കാര്യങ്ങളും മാറുന്നതിനനുസരിച്ച് വികസന കാഴ്ചപ്പാടുകളും മാറും. ഇപ്പോൾ സംബന്ധിച്ച് നമുക്കറിയാം, കൊറോണ കാലവും അതുപോലെ തന്നെ മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ. എന്തായാലും കാർഷിക മേഖലയോട് ഒട്ടിച്ചേർന്നാലല്ലാതെ നമുക്ക് നിലനിൽപ്പില്ല എന്നുള്ള ഒരു പരമമായ സത്യമാണ് ഇപ്പോൾ ഈ രാജ്യം അതുപോലെ തന്നെ സംസ്ഥാനവും ഒക്കെ തന്നെ ഭരണത്തിലിരിക്കുന്നവരും അല്ലാത്തവരൊക്കെ തന്നെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് കർഷകർക്കും അതുപോലെ തന്നെ സാധാരണക്കാരായ ആളുകളെയും ഒക്കെ തന്നെ അവരെ കൈപിടിച്ച് കൊടുക്കാനും അവർക്ക് ഒരു കൈ സഹായം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള വികസന കാഴ്ചപ്പാടാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ വികസനവും ഈ വാർഡിലെ എല്ലാ കോണുകളിലും എത്തിയിട്ടുണ്ടോ? കഴിഞ്ഞ കാലങ്ങളിലുള്ള മെമ്പർമാരെ പറ്റി പറയുകയാണെങ്കിൽ 15 വർഷക്കാലമായി UDFൻ്റെ മെമ്പർമാരാണ്. 20 വർഷക്കാലമായിട്ട് ചാത്തമംഗലത്തെ കോഴിമണ്ണ വാർഡിനെ പ്രതികരിക്കുന്ന UDFൻ്റെ മെമ്പർമാരാണ്. ആ മെമ്പർമാരുടെ നേതൃത്വത്തിലുള്ള വികസന പ്രവർത്തനമാണ് ചാത്തമംഗലത്തെ കോഴിമണ്ണയിൽ നടന്നിട്ടുള്ളത്. അത് കുടിവെള്ള പദ്ധതികളായാലും റോഡുകളായാലും ഇലക്ട്രിസിറ്റി ആയാലും ഒക്കെ തന്നെ വളരെ നല്ല രീതിയിലുള്ള ഒരു വികസനമാണ് കോഴിമണ്ണ വാർഡിൽ നടന്നത്. നമുക്കറിയാം, പൂളപ്പറമ്പ് പ്രദേശമെന്ന് പറഞ്ഞാൽ കുടിവെള്ളം കിട്ടാക്കനിയായ ഒരു മേഖലയായിരുന്നു. ആ മേഖലയിൽ
കഴിഞ്ഞ കാലത്തെ UDFൻ്റെ ഈ വാസുവിൻ്റെ നേതൃത്വത്തിലുള്ള പിന്നെ മെമ്പറും അതുപോലെ തന്നെ അന്ന് ചാത്തോളം ഗ്രാമപഞ്ചായത്ത് ഭരിച്ച UDFുമാണ് കുടിവെള്ള വിതരണ പദ്ധതി പൂളപ്പറമ്പ് കുടിവെള്ള പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത്. ഇന്ന് ആ കുടിവെള്ള പദ്ധതി അന്ന് 10-70 ആളുകൾക്ക് വേണ്ടി ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ പോലും ഇന്ന് 100 കണക്കിന് ആളുകൾ ആ കുടിവെള്ള പദ്ധതിയെ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ആ കുടിവെള്ള പദ്ധതിയുടെ ഒരു വിപുലീകരണവും അതുപോലെ തന്നെ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മിനി കുടിവെള്ള പദ്ധതിയും പാടെ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു 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 കാഴ്ചപ്പാടാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. അത് വളരെ രീതിയിൽ മുന്നോട്ട് പോകും. അതിനുള്ള ആവശ്യമായ സജ്ജീകരണങ്ങളൊക്കെ തന്നെ അവിടെ ഉണ്ട്. വെള്ളം കിട്ടുന്ന വയലുണ്ട്, അതുപോലെ തന്നെ ഉയർന്ന പ്രദേശം ഒക്കെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ വികസന കാഴ്ചപ്പാടും ആ വികസനവും കോഴിമണ്ണ വാർഡിൽ തുടർന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോഴിമണ്ണയുടെ സമഗ്രമായ വികസനത്തിന് വേണ്ടിയിട്ടാണ് വോട്ട് ചോദിക്കുന്നത്. ഇപ്പോൾ കോഴിമണ്ണയെ സംബന്ധിച്ച് ഒരുവിധ റോഡുകൾ മുഴുവൻ തന്നെ ടാർ ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ഉടമസ്ഥന്മാർ നമുക്ക് വിട്ടുതരാത്ത കുറേ റോഡുകളുണ്ട്, പ്രൈവറ്റായി നിൽക്കുന്നത്. ഇപ്പോൾ പേരെടുത്ത് പറയുന്നില്ല അങ്ങനത്തെ റോഡുകൾ. ആ റോഡുകളല്ലാതെ ഒരുവിധം റോഡുകളൊക്കെ തന്നെ പൂർണ്ണമായിട്ട് നമ്മൾ ടാറിങ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി, ഒരു കാലത്ത് ഇലക്ട്രിസിറ്റി പിന്നെ ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത അവസ്ഥയാണ്. കൂരാക്കൂരിട്ടായ ചെത്തുകടവ് പാലം കൊണ്ട് കഴിഞ്ഞാൽ കൂരാക്കൂരിട്ടേനി ആ മേഖല ഒക്കെ തന്നെ ഇന്ന് വെളിച്ചം വിതറുന്ന ഒരു പ്രദേശമാക്കിയിട്ട് കോഴിമണ്ണ വാർഡിലെ കഴിഞ്ഞ കാലങ്ങളിലെ മെമ്പർ, നേരത്തെ കഴിഞ്ഞ ടൈമിൽ നമ്മളെ വാർഡിനെ പ്രതികരിച്ച ശോഭന മെമ്പർ, ആ ശോഭന മെമ്പർ അത്രയും നല്ലൊരു പ്രവർത്തനം ഈ വാർഡിൽ, എനിക്ക് ഒരു വീട് കയറിയപ്പോൾ ഒരു വീട്ടിൽ നിന്ന് പോലും മെമ്പറെ പറ്റിയിട്ടുള്ള ഒരു അനിഷ്ടമോ അത് അങ്ങനത്തെ ഉള്ള ഒരു പ്രതികരണം എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടില്ല. അത്രയും നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമായിരുന്നു കോഴിമണ്ണയുടെ പ്രതിനിധീകരിച്ച ശോഭന മെമ്പർ നടത്തിയിരുന്നത്. അത് തുടർന്ന് പോകാനും ആ വികസന കാഴ്ചപ്പാടുകൾ ഉള്ള ഒരു തുടർച്ചയുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനാവശ്യമായ പ്രവർത്തനങ്ങളാണ് എന്നിൽ നിന്ന് പിന്നെ ജനം പ്രതീക്ഷിക്കുന്നത്. ഇത്രയും നേരം ഞങ്ങളോട് തുടർന്നതിന് നന്ദി. എല്ലാ ആശംസകളും. നമസ്കാരം. സ്ഥാനാർത്ഥികൾക്കൊപ്പം വാർഡുകളിലൂടെ നമ്മൾ എത്തി നിൽക്കുന്നത് ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് 18-ാം വാർഡ് LDF സ്ഥാനാർത്ഥിക്കൊപ്പമാണ്. സ്ഥാനാർത്ഥിയെ പരിചയപ്പെടാം. ഞാൻ സദാനന്ദൻ കാമ്രമണ്ണിൽ LDF സ്ഥാനാർത്ഥിയായി കോഴിമണ്ണ വാർഡിൽ നിന്നും ജനവിധി തേടുക. ചിഹ്നം മൺകലം അടയാളം. നിങ്ങളുടെ പ്രവർത്തന മേഖലയും അതിലെ പരിചയവും. പ്രവർത്തന മേഖല എന്ന് പറഞ്ഞുകണ്ടെച്ചാൽ ഈ വാർഡ് എന്ന് പറഞ്ഞുവെച്ചാൽ ഞാനിവിടെ ഉൾപ്പെട്ടിട്ടുള്ള വാർഡാണിത്. ഈ വാർഡിൻ്റെ എല്ലാ സ്പന്ദനങ്ങളും അറിയുന്നൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്, പിന്നെ ഒരുപാട് കാലമായി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കും ഈ വാർഡിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അതെല്ലാം ചെയ്ത് തീർക്കാൻ കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ ഈ വാർഡിലുള്ള ഒരു കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞത് പൂളപ്പറമ്പ് കുടിവെള്ള പദ്ധതിയാണ്. 12 വർഷം മുമ്പേ 80 വീട്ടുകാർ ഉപഭോക്താക്കളായിക്കൊണ്ട് തുടങ്ങിയ പദ്ധതി ഇപ്പോൾ 200ഓളം കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രതിസന്ധി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ ഇപ്പോൾ ആ കിണറിൽ അതിനകത്ത് വെള്ളം കിട്ടുന്നില്ല. വേനൽക്കാലം ശക്തമാകുന്ന സമയത്ത് ആ കിണറിൽ വെള്ളം കുറയുകയും ആവശ്യക്കാർക്ക് കിട്ടാത്തൊരു അവസരമുണ്ട്. ആ കിണർ മാക്സിമം താത്താനൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു 5 വർഷം മുമ്പേ. പക്ഷെ അതിന് ശേഷം പിന്നെ താത്താൻ കഴിയാത്തൊരവസ്ഥയാണ്. അതേമാതിരി തന്നെ ടാങ്കിൻ്റെ കപ്പാസിറ്റിയും വളരെ കുറവാണ്. അതുകൊണ്ട് സമാന്തരമായിട്ട് തന്നെ ഒരു ടാങ്കും ഒരു കിണറും ആ ഭാഗങ്ങളിലേക്ക് ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ ആ 200ഓളം വരുന്ന ഉപഭോക്താക്കൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ആ പദ്ധതിക്ക് മുൻഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനം എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്നാണ് എൻ്റെ. ഈ വാർഡിനെ കുറിച്ചും അതുപോലെ ഈ വാർഡിൻ്റെ പോരായ്മകളെ കുറിച്ചും. ഈ വാർഡിൻ്റെ പോരായ്മകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ ഇവിടുത്തെ റോഡുകളൊന്നും കാര്യമായ രീതിയിലുള്ള യാതൊരു വികസനങ്ങളും വന്നിട്ടില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ ഞാനുൾപ്പെടെ എൻ്റെ ഭാഗത്തുകൂടി പോണ ഈ റോഡെന്ന് പറഞ്ഞാൽ 15 കൊല്ലം മുമ്പ് പഞ്ചായത്തിലേക്ക് സറണ്ടർ ചെയ്ത് കൊടുത്ത റോഡിന് ഇതുവരെ ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ 100-150 മീറ്റർ വരയ്ക്ക് ടാർ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഏതാണ്ട് ഒരു 500 മീറ്റർ വരുന്ന റോഡാണിത്. ഈ റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ തടത്തുമ്മൽ കോളനിയെ കൂടി കടന്നു പോകുന്നതായിട്ടുള്ള ഒരു റോഡ് കൂടിയാണ് താമരത്തുപാടം എരുവഴിക്കൽ റോഡുകൾ. ഇതേമാതിരി നിരവധി റോഡുകൾ. ഞാൻ ഈ കുടിവെള്ളത്തിൻ്റെ കാര്യമായിട്ട് അവരുടെ കമ്മിറ്റിക്കാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. MT വിനോദ്, അതേമാതിരി പ്രസാദ് ഒക്കെയാണ് ആ കമ്മിറ്റിയുടെ ആളുകൾ. അപ്പോൾ അവർ പറഞ്ഞത് ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കുടിവെള്ളത്തിൻ്റെ മാത്രമല്ല, ഇവിടെ നടന്ന അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ മോശമാണ്. മോശം എന്ന് പറഞ്ഞാൽ പിന്നോക്കാവസ്ഥയിലാണ്. അതായത് പിന്നോക്കാവസ്ഥയിലാണെന്ന് പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഔട്ട്ലൈൻ ഇട്ട് കൊടുത്തിട്ട് ശേഷം അതിലേക്ക് ഫണ്ടൊന്നും ഇതുവരേക്കും ചെലവഴിക്കാൻ കഴിയാത്തത് കാരണം ആ ഭാഗങ്ങളിൽ കൂടി നടന്നു പോകാനോ വാഹനങ്ങൾക്ക് വരാനോ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അത് എൻ്റെ ഭാഗത്തു നിന്ന് മാക്സിമം ഉണ്ടാവും. അതേമാതിരി തന്നെ ഈ നമ്മുടെ ഈ
പുഴ, ഈ ചെറുപുഴ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ ചെത്തുകടവിൻ്റെ മേലെ ഭാഗത്ത് നിന്ന് തുടങ്ങുന്നുണ്ടെങ്കിലും താഴെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഈ പുഴയുടെ നടുഭാഗങ്ങളിൽ മൺതിട്ട രൂപപ്പെടുകയും അതിൽ വൃക്ഷങ്ങൾ വളരുകയും ചെയ്തതിനെ കൊണ്ട് ഒരു കാട് മാതിരിയാണ് ഇപ്പം പുഴയിലേക്ക് നോക്കിയാൽ തോന്നുക. അത് നമുക്ക് ഇവിടെ നിന്നല്ലെങ്കിലും നമ്മുടെ ചെത്തുകടവ് പാലത്തിൻ്റെ മുകളിൽ താഴോട്ട് നോക്കിയാൽ തന്നെ ആ സംഗതി മനസ്സിലാക്കാൻ കഴിയും. കാര്യം എന്ന് വെച്ചാൽ പുഴയുടെ നടുക്ക് മരങ്ങൾ വളർന്നു നിൽക്കുകയാണ്, ഒഴുക്ക് സ്തംഭിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കണമെങ്കിൽ ഈ ഇപ്പം ഒരുപാട് കാലമായിട്ട് അതിൻ്റെ മെയിൻ്റനൻസ് ഒന്നും നടക്കാത്തത് കൊണ്ട് ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് നല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ കൂടുതൽ അതിന് ഫണ്ട് ചിലവാക്കേണ്ടി വരും, അതോടൊപ്പം അധ്വാനം ഉണ്ടാവും. അതിനുശേഷം വർഷാവർഷം ഇതിൻ്റെ ഒരു മെയിൻ്റനൻസ് എന്ന രീതിയിൽ വർഷം തുടങ്ങുന്നതിന് മുമ്പ് ഒരു മെയിൻ്റനൻസ് നടത്തി കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ ഈ പുഴയുടെ ഒഴുക്ക് നല്ല രീതിയിൽ സുഗമമായ ഒഴുക്കും ഉണ്ടാവും. അതായത് തന്നെ ഇവിടെ വെള്ളപ്പൊക്കം വരുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ വെള്ളപ്പൊക്കം വരുന്ന സമയങ്ങളിൽ വെള്ളം കയറി കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ വെള്ളം ഒഴിഞ്ഞു പോകാൻ ഭയങ്കര തടസ്സമാണ്. ഇതെല്ലാം ഈ മൺതിട്ടി ഈ മരങ്ങളും ഉള്ളത് കാരണം തടഞ്ഞു നിർത്തും ബെഡ് പോലെ. അപ്പോൾ അതൊന്ന് ക്ലിയറാക്കി കഴിഞ്ഞാൽ സുഗമമായ ഒഴുക്കും, അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡുകളിൽ നിന്ന് പുഴയുടെ മധ്യത്തിലേക്ക് വളർന്നു നിൽക്കുന്ന വൃക്ഷങ്ങളുടെ കൊമ്പുകളൊക്കെ ഒന്ന് മുറിച്ചു കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ ഈ ചെറുപുഴയുടെ ഒഴുക്ക് നല്ല രീതിയിൽ നടക്കുകയും ഈ വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് ഒരു പരിധി നമുക്ക് അറിയാൻ സാധിക്കും. അതിനാണ് ഒരു മുൻഗണന കാണുന്നത്. അതുപോലെ പഞ്ചായത്ത് തലത്തിൽ എന്തൊക്കെ വികസന നേട്ടങ്ങൾ കൊയ്യാനാണ് ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുള്ളത്? പഞ്ചായത്തിൽ നിരവധി നേട്ടങ്ങൾ കൊയ്യാൻ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും മറ്റ് കാര്യങ്ങൾ ചെയ്യുകയും ഫലമായി ഒട്ടനവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഒരു പഞ്ചായത്താണ് ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത്, ഈ കഴിഞ്ഞ ഭരണസമിതി. അതുപോലെ തന്നെ ഇത് നടത്തിയിട്ടുള്ള ഈ നമ്മുടെ പ്രളയകാലത്ത്, അതേപോലെ തന്നെ നമ്മുടെ ഈ നിപ്പയുടെ കാലത്ത്, രാജ്യം ഒട്ടുക്ക് ലോക്ക്ഡൗൺ ആയ സമയത്ത് കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങുകയും ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നിരവധി വളണ്ടിയർമാരായിട്ടുള്ള ചെറുപ്പക്കാർ അതിൽ പങ്കുചേരുകയും സമയാസമയങ്ങളിൽ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും വരെ ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുക്കുകയും അതോടൊപ്പം തന്നെ പെൻഷൻ തുക വീട്ടിൽ എത്തിച്ചു കൊടുക്കുകയും റേഷൻ സാധനങ്ങളെല്ലാം വേണ്ട രീതിയിൽ വിതരണം ചെയ്യുവാനും കഴിഞ്ഞിട്ടുണ്ട്. അതേമാതിരി തന്നെ മറ്റ് ഒട്ടനവധി സ്കൂളിൻ്റെ കാര്യങ്ങളാണെങ്കിൽ ഈ പഞ്ചായത്ത് ഭരണസമിതി ഇടപെട്ടുകൊണ്ടാണ് ചാത്തമംഗലം GLP സ്കൂളിൽ ഒരു MLAയുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു നല്ല ഒരു 10-50 ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് നല്ലൊരു ബിൽഡിംഗ് ഇപ്പം അത് ഉണ്ടാക്കി അത് ഈ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. അതേമാതിരി തന്നെ RECയിലെ ഹയർ സെക്കൻഡറി സ്കൂള്, അതേപോലെ തന്നെ നായരുവിയിൽ ഹയർ സെക്കൻഡറി സ്കൂള് എന്ന് വേണ്ട മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും, അതേപോലെ തന്നെ നമ്മുടെ ചൂലൂർ ഹെൽത്ത് സെൻറ്ററിനെല്ലാം വേണ്ട രീതിയിലുള്ള എല്ലാ ഫണ്ടുകളും അതേമാതിരി തന്നെ പഞ്ചായത്ത് ചെയ്യേണ്ടതായ മുഴുവൻ സംഗതികളും സാധിച്ചു കൊടുക്കുന്നതിൻ്റെ ഫലമായി അവിടെ പോകുന്ന രോഗികൾക്ക് വളരെ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ലഭിക്കുന്നുണ്ട്. എല്ലാ സമയത്തും ഡോക്ടർമാരുണ്ട്, ലാബ് പരിശോധനകൾ വരെ നടക്കുന്നുണ്ട്, ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളുണ്ട്. അതോടൊപ്പം വ്യക്തിപരമായ ആനുകൂല്യങ്ങൾ വീടുകൾക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്, കുടിവെള്ള പദ്ധതികൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഈ പഞ്ചായത്തിൻ്റെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ നമ്മുടെ പ്രവർത്തനം എടുത്തു നോക്കുകയാണെന്ന് വെച്ചാൽ ഏറ്റവും മുൻപന്തിയിലുള്ള ഒരു പഞ്ചായത്താണ് ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത്. അതിന് പല അവാർഡുകളും കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഇത് പോലെ തന്നെ ഇനി വരുന്ന അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്തിൽ ഈ വരുന്ന ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ LDF ഈ പഞ്ചായത്തിൽ അധികാരത്തിൽ വരുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം 14 മറ്റോ സീറ്റുകളുടെ ഭൂരിപക്ഷത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം ഒരു 18-20 അടുത്ത സീറ്റുകൾ നേടിക്കൊണ്ട് LDF ഈ പഞ്ചായത്തിൽ അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതുപോലെ നിങ്ങൾ ഈ വാർഡിലെ മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്തൊക്കെ വികസന നേട്ടങ്ങൾ കൊയ്യാനാണ് ആഗ്രഹിക്കുന്നത്? വികസന നേട്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ ഞാൻ പറഞ്ഞതിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒന്ന് നമ്മുടെ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടത് എല്ലാം ചെയ്യുക, അതേപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ വേണ്ടത് ചെയ്യുക. അതേമാതിരി ഇപ്പോൾ ഞാനെല്ലാ ഗ്രാമസഭയിലും പോകുന്നൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അപ്പം ഗ്രാമസഭയിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ 1700ഓളം വോട്ടർമാരുള്ള ഒരു വാർഡിൽ ഗ്രാമസഭ പങ്കെടുക്കുന്നത് 50 അല്ലെങ്കിൽ 60 താഴെയോ ആണുങ്ങളാണ്.
കാര്യം ഇതിൻ്റെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ അതിന് വരുന്ന ഈ 50 ആളുകളെന്ന് പറഞ്ഞിട്ട് വെച്ചാൽ അവർ വ്യക്തിഗത ആനുകൂല്യങ്ങൾ എന്തെങ്കിലും കിട്ടാൻ ചാൻസ് ഉള്ള ആളുകൾ മാത്രമേ ഈ ഗ്രാമസഭയിൽ വരുന്നുള്ളൂ. പിന്നെ കുറച്ച് കുടുംബശ്രീൻ്റെ ആളുകളും കുറച്ച് തൊഴിലുറപ്പിൻ്റെ ആളുകളുമായിട്ട് വരുന്നതാണ്. അതിൻ്റെ ഒരു കാര്യത്തെക്കുറിച്ച് ഞാനിങ്ങനെ ആലോചിച്ച് നോക്കിയ സമയത്ത് ഈ ജനകീയ ആസൂത്രണം എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ ജനങ്ങളാണല്ലോ ആസൂത്രണം ചെയ്യേണ്ടത്. അപ്പം പങ്കാളിത്തമല്ലാണ്ട് ഇപ്പോൾ അതിൽ പിന്നെ കാര്യമില്ല. അപ്പോൾ ഈ അതായത് ജനങ്ങളുടെ പങ്കാളിത്തം കുറയാനുണ്ടായ കാരണങ്ങളെക്കുറിച്ച് ഒരുപാട് ആളുകളുമായിട്ട് ചർച്ച ചെയ്ത സമയത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ മൊത്തത്തിൽ ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ടെങ്കിലേ ഉള്ളൂ അവർക്കും പങ്കെടുക്കാനൊരു താല്പര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അവരുമായിട്ട് സമ്പാദിച്ചുകൊണ്ട് ഏതെല്ലാം എങ്ങനെയെല്ലാം രീതികൾ നടപ്പാക്കണമെന്നും ചർച്ച ചെയ്തുകൊണ്ട് നടപ്പാക്കണമെങ്കിൽ അവരെ ഒരു സാന്നിധ്യം വേണം. അപ്പോൾ ആ സാന്നിധ്യം ഉണ്ടാക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള പിന്നെയെന്ന് പറഞ്ഞിട്ട് വെച്ചാൽ അവിടെ ഞാൻ ഈ പോയ ഗ്രാമസഭകളിലൊക്കെ പോയി കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ അവിടെ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ മെമ്പർ ആളുകൾ അത് ഡൈവേർട്ട് ചെയ്താണ്. ഒന്ന് പറഞ്ഞിട്ട് വെച്ചാൽ ഞങ്ങൾ തന്നെ ഇപ്പോൾ ഒരു റോഡിന് അവിടെ എന്ന റോഡുകൾ മുൻഗണന കൊടുത്തു കഴിഞ്ഞിട്ട് വെച്ചാൽ പഞ്ചായത്ത് ചെന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഉണ്ടാവില്ല, ആ മാറ്റി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഒന്നാമത് കൊടുത്ത റോഡ് ചിലപ്പോൾ 6-ാമതോ 7-ാമതോ ആയിരിക്കും. അങ്ങനെ റോഡുകൾക്ക് ഫണ്ടുകൾ ഒന്നും കിട്ടാതെ വികസനം മുരടിച്ച് കിടക്കുന്ന പല ഏരിയകളും ഈ 18-ാം വാർഡ് കോഴിമണ്ണയിലുണ്ട്. അതേമാതിരി തന്നെ കൃഷിക്ക് ആവശ്യമായ പല കാര്യങ്ങളും ആളുകൾ പറയും അവിടെ എങ്ങനെ ചെയ്യണം അതെങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമോ, കൃഷീൻ്റെതൊക്കെ പറയുമോ, എന്ന് കൃഷിക്കാരെ കാര്യങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളതെന്നൊക്കെ പറയും. ഗ്രൂപ്പുകൾ ഉണ്ടാക്കും, ചർച്ചകൾ നടക്കും, എല്ലാം ക്രോഡീകരിച്ചു കൊണ്ട് വിശദമായ റിപ്പോർട്ട് കൊടുക്കും. പക്ഷേ പിന്നീട് അതൊന്നും ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ കാണാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ അതൊക്കെയാണ് ഈ ഒന്നാമത്തേത്. ഈ പൊതുജനങ്ങൾ, ഈ പൊതുസമൂഹം ഈ ഗ്രാമസഭ ബഹിഷ്കരിക്കാൻ തന്നെ കാരണം. ഞാൻ പറയുന്നിടത്തോളം എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ പൊതുജനം ശരിക്കും പറഞ്ഞിട്ട് വെച്ചാൽ ഗ്രാമസഭ ബഹിഷ്കരിക്കുകയാണ്. കാരണം 1700ഓളം വരുന്ന വോട്ടർമാരുള്ള ഒരു 50-60 ചുരുങ്ങാന്ന് പറഞ്ഞിട്ട് വെച്ചാൽ അതിൻ്റെ ആ ഒരു വലിയൊരു പോരായ്മയാണത്. അപ്പോൾ എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ പൊതുജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്നാൽ മാത്രമേ ഉള്ളൂ ഈ ഗ്രാമസ്വരാജ് അല്ലെങ്കിൽ നമ്മൾ പറയുന്നതായ എന്നാലേ സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങളും തേടണമല്ലോ. അല്ലാണ്ടപ്പോൾ കുറച്ച് ആളുകൾ ദാരിദ്ര്യതയ്ക്ക് താഴെയുള്ള ആളുകളോ അങ്ങനെയുള്ള ആളുകളെ കുറച്ച് വിളിച്ചിരുത്തി നിങ്ങൾക്ക് അത് തരട്ടോ രണ്ട് കോഴിക്കുട്ടീനെ തരട്ടോ എന്നൊക്കെ പറഞ്ഞതിനെ കൊണ്ടൊന്നും സംഗതി നടക്കുന്നില്ല. പൊതുസമൂഹത്തെ നമ്മൾ മൊത്തത്തിൽ എടുത്തോളണം. അത് ആരായണോ ഇല്ലെന്നില്ല. ആ വാർഡിൻ്റെ വികസനം ആ രീതിയിലേ മുന്നോട്ട് പോവുകയും ചെയ്യുള്ളൂ, അവരുടെ സപ്പോർട്ടോട് കൂടിയായിട്ട്. അപ്പോൾ അതിനൊരു മുൻഗണന എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. എല്ലാ ജനങ്ങളെയും കോർത്തുപിടിച്ചുണ്ട്. അതിൽ ജാതി മത വ്യത്യാസമില്ലാതെ ഒരു ജനാധിപത്യ മതേതരവാദി എന്ന നിലയ്ക്ക് എൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമായിരിക്കും കാഴ്ചവെക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രാമുഖ്യം നൽകുന്ന എന്തൊക്കെ വികസന നേട്ടങ്ങളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളതും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഞാനിപ്പോൾ ആസൂത്രണം ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ ഇപ്പം ഇവിടുത്തെ കർഷകർക്ക്, ഈ ഭാഗങ്ങളിലുള്ള കർഷകർക്ക് താമരത്തുപാടം, കൊരവയൽ, കോഴിക്കുളം അതിന് മേലോട്ടുള്ള ഭാഗങ്ങളിലേക്കും കർഷകർക്ക് വേനൽക്കാലത്ത് വെള്ളം കിട്ടാത്ത ഒരവസ്ഥ ഉണ്ട് കൃഷിക്ക് വേണ്ടി. അപ്പോൾ അതിന് ഈ കുഴുമേക്കട ഭാഗത്ത് ഒരു 10 അല്ലെങ്കിൽ 15 HP ഒരു മോട്ടോർ വെച്ചുകൊണ്ട് ആവശ്യമായ വെള്ളത്തിന് ഉള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു ഉദ്ദേശം. ആ വെള്ളം സുഗമമായിട്ട് ആ തോട് വഴി മേലോട്ട് ഒഴുകി കഴിയുന്ന സമയത്ത് അതിൻ്റെ പരിസര പ്രദേശത്തുള്ള പറമ്പുകളിലും കൃഷിക്ക് അനുയോജ്യമായിട്ട് അത് ഉപയോഗപ്പെടുത്താൻ കഴിയും. അപ്പം അങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ച് വെച്ചിട്ടുണ്ട്. തിരഞ്ഞെടുക്കപ്പെടുകയാണ് വെച്ചാൽ നടപ്പിലാക്കാൻ 100% എന്നാണ് എൻ്റെ വിശ്വാസം. വേറെ ഇപ്പം മറ്റ് കാര്യങ്ങൾ എന്ന് വെച്ചാൽ പദ്ധതികൾ ഒരുപാടുണ്ട്. കർഷക തൊഴിലാളിയായിട്ടുള്ള ആളുകളെ കൃഷിക്ക് വേണ്ട പ്രാതിനിധ്യം, കൃഷിക്കാരെ സഹായിക്കുക എന്നുള്ള അതാണ് ഒന്നാമത്തെ ഒരു കാര്യം. അതേമാതിരി തന്നെ ഈ ഒട്ടനവധി ചെറുകിട മേഖലയിൽ ഉള്ള കച്ചവടക്കാർ, അതേമാതിരി അവരുകൾക്കെല്ലാം വേണ്ട പ്രോത്സാഹനം സഹായങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതൊക്കെ തന്നെയാണ് ഇപ്പം ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നേരം ഞങ്ങളോട് തുടർന്നതിന് നന്ദി. എല്ലാ ആശംസകളും.